അങ്ങനെ നമ്മുടെ ചെറുക്കൻ ഇവിടെ വന്ന് റെസ്റ്റാണ്. രാവിലെ പെരുത്ത മഴ, വണ്ടിക്കകത്ത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. മഴ പെയ്ത് ഗ്യാസ് ഇവിടെ ഒന്നും കുഴപ്പമില്ല. വണ്ടീനകത്ത് കയറ്റിയിട്ടാ, പക്ഷെ ബാക്ക് വാഷ് വെച്ച് വെളിയിലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്മാർ എൻ്റെ സ്ലാക്കർ പൊട്ടിപ്പോയി. അത് മാറ്റാൻ വേണ്ടിയിട്ട് വണ്ടി ഇച്ചിരി പുറമോട്ടിട്ട് അടി മൊത്തം വെള്ളമായിരുന്നു, അപ്പുറത്തിട്ടെടുത്തു. അപ്പോൾ അവർ പുറമോട്ടിട്ടപ്പോൾ അത്രയും ബാക്ക് സൈഡ് വെളി കിടക്കുമായിരുന്നു, മൊത്തം നനഞ്ഞു. ഈ നനഞ്ഞ അവസ്ഥയിൽ നമുക്ക് ലോഡ് കയറ്റാൻ പറ്റത്തില്ല. അത് ഇവിടെ തന്നെ ചെറുക്കന്മാരുണ്ട്, അവന്മാരെ സെറ്റപ്പായിട്ട് പൊടിയൊക്കെ ക്ലീൻ ചെയ്ത് ഒരു വെള്ളം ഒരു തുള്ളി പോലും ഇല്ലാത്ത രീതിയിൽ ആക്കി ഈ ടാർപ്പയും സെറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആവും. പിന്നെ മറ്റേ ടാർപ്പെല്ലാം മേളിലാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. രാവിലെ വണ്ടിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ടാർപ്പയും ബാക്കിലിട്ട് കഴിഞ്ഞാൽ നേരെ പോവുകയാണ് ശങ്കർ. അങ്ങനെ നമ്മൾ ടാർപ്പൊക്കെ കെട്ടി ശങ്കറിലേക്ക് ലോഡ് കയറ്റാൻ പോവുകയാണ്. നമ്മുടെ ചെറുക്കൻ്റെ വണ്ടി ടാർപ്പ മൊത്തം സെറ്റായതുകൊണ്ട് നനയത്തൊന്നുമില്ല, അടിപൊളിയാണ്. നമ്മൾ ബെസ്റ്റിൽ മാത്രമേ ഉള്ളൂ കാശ് ഇങ്ങനെ ടാർപ്പൊക്കെ ഇട്ട് സെറ്റാക്കി അടിപൊളിയാക്കി തരുന്നത്. ക്യാപിറ്റലിലും മറ്റിടത്തൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് ടാർപ്പൊക്കെ പിടിച്ച് ഊപ്പാട് വന്ന് കഷ്ടപ്പെടും. നമ്മൾ ബെസ്റ്റിലെ പോലെ എവിടെയില്ല ഗൈസ്, അതാണ് ബെസ്റ്റ് എന്നും ബെസ്റ്റാണ് ഗൈസ്. പിന്നെന്താണ്, ഇനി അവിടെ പോയിട്ട് അവിടുത്തെ വെളിഭാഗം അകത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ശങ്കറിനകത്തൊന്നും ഫോൺ അലോഡല്ല, പിന്നെ ഞങ്ങളുടെയും വർക്ക്ഷോപ്പിനകത്ത് ഫോൺ അലോഡല്ല. അതുകൊണ്ട് വർക്ക്ഷോപ്പിലും ഇനി വീഡിയോ എടുക്കുന്ന കാര്യം പാടാണ്. പിന്നെ വെളിയിലുള്ളതും ഇങ്ങനെ പോകുന്നതും വരുന്നതൊക്കെ എടുക്കുന്നതായിരിക്കും, അതൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ലോഡ് എടുക്കാൻ പോയിട്ട് അവിടെ ചെന്ന് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ലോഡ് കയറുന്നുണ്ടോ ഇല്ലയോ നോക്കാം. പെരും മഴയാണ് ഇവിടെ, ന്യൂനമർദ്ദമാണ്. മൂന്ന് ദിവസം മഴയായിരിക്കും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സാഹചര്യം എന്തുവാന്ന് ഇനി കണ്ടറിയാം. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ അവസ്ഥ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു വെരി മച്ച്. അങ്ങനെ നമ്മൾ ശങ്കറിൽ വന്നെത്തിയിരിക്കുന്നു. ശങ്കറിൻ്റെ അവസ്ഥയാണ് പേരും മഴ, മൊത്തം നനഞ്ഞ് ആകെ സെറ്റപ്പായിട്ട് കിടക്കുന്നു. സെക്യൂരിറ്റിയാണ് ആകെ എന്തൊക്കെയോ ചെയ്യും. ദ ഇന്ത്യൻ സിമെൻറ്റ് ലിമിറ്റഡ്, ശങ്കർ സിമെൻറ്റിൻ്റെ പേരാണ് LTD. ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഗേറ്റ്. ഡ്രൈവർമാരൊക്കെ ചായ പിടിക്കാനൊക്കെ പോവുകയാണ്. ഇവിടെ വണ്ടി കിടക്കുന്നുണ്ടോ, ആ കിടക്കുകയാണ് സാബിത്തിൻ്റെ വണ്ടിയാണ്. ട്രെയിലാണ്, അടിപൊളി വണ്ടി, എല്ലാം കേരള വണ്ടിയാണ്. ക്യാപിറ്റലിൻ്റെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്, ഫസ്റ്റ് കിടക്കുന്ന ക്യാപിറ്റലിൻ്റെ വണ്ടിയാണ്. ഈ കിടക്കുന്നതും അവതാർ ക്യാപിറ്റലിൻ്റെ വണ്ടിയാണ്. ബാക്ക് സൈഡ് മാത്രമേ കാണുന്നുള്ളൂ. നമ്മുടെ ചെറുക്കാനുള്ള ടാർപ്പൊക്കെ ഇട്ട് എന്തായാലും നമുക്ക് ഇവിടുത്തെ അവസ്ഥ എന്തുവാ, ബില്ലൊക്കെ കൊടുത്ത് പാസ് കിട്ടുമോ, ഓർഡർ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അടുത്തത് നമുക്ക് കാണാം. ഓക്കെ, വണ്ടികളെല്ലാം ഇവിടെ കിടപ്പാണ് ഗൈസ്, ലോഡാവുന്നില്ല. ക്യാപിറ്റലുണ്ട്, ARS ഉണ്ട്. ARSന് മൊത്തം ടാറ്റയുടെ വണ്ടികളാണ്, ടാറ്റയുടെ വണ്ടി മാത്രമേ ഉള്ളൂ. ടാറ്റ ബെൻസാണ്, കിട്ടുന്ന സാധനമാണ്. വണ്ടിക്കകത്ത് എത്ര കയറ്റമാണെങ്കിലും ഒരു വിഷയമില്ല, ലോഡ് എന്തുണ്ടെങ്കിലും ഒരു സീനുമില്ല, വണ്ടി പറന്നിരിക്കും. നമ്മുടെ ലൈലാൻഡൊക്കെ പ്രശ്നം കുഴപ്പമൊന്നുമില്ല. ലൈലാൻഡ് തന്നെയാണ്, എന്നാലും വിഷയമാണ്. ഇതെല്ലാം ലോക്കൽ വണ്ടികളാണ്, കൊച്ചു വണ്ടിയുണ്ട്, ക്യാപിറ്റലിൻ്റെ കൊച്ചു വണ്ടിയുണ്ട്. ലോക്കൽ വണ്ടിക്ക് ഒരു ടൈമും വലിയ വണ്ടിക്ക് ഒരു ടൈം, അങ്ങനെ. ARS എല്ലാം ടാറ്റ മാത്രമേ ഉള്ളൂ. നമ്മുടെ ARS ടാറ്റ വണ്ടികളാണ് കൂടുതൽ. പിന്നെ ക്യാപിറ്റലിന് പുതിയ മോഡൽ അവതാറൊക്കെ ഉണ്ട്. അവതാർ 16 വണ്ടിയാണ്. പിന്നെ ബൾക്കർ കിടപ്പുണ്ട്, ബൾക്കർ ഹെവി ബൾക്കറാണ്. പിന്നെ ഇവിടെ ക്യാപിറ്റലിൻ്റെ വണ്ടി അകത്ത് കിടപ്പുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ ഒക്കെയോ ഉണ്ട്. ഇത് KL വണ്ടി, KL 35 M3946. അത് അഡ്വാൻസാണ്, KL വണ്ടിയാണ്, കടവണ്ടിയാണ്. അതൊക്കെ കടയ്ക്ക് വേണ്ടി മാത്രം ഓടുന്ന ലോഡൊക്കെയാണ്. ഇത് നമ്മളെ ഇറങ്ങൻ ടാർപ്പൊക്കെ ഇട്ട് കിടക്കുകയാണ്. അതൊന്നും പെയ്താൽ നമ്മൾ നനയത്തൊന്നുമില്ല.
പക്ഷേ ഇതൊന്നും ടാർപ്പ് ഇടാത്തതുകൊണ്ട് ഇതൊക്കെ നനയും. പിന്നെ അവരൊക്കെ തുടങ്ങിയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട്, അതുകൊണ്ട് വിഷയമില്ല. നമ്മുടെ വണ്ടിയുടെ അവസ്ഥ ഇതാണ്. പയ്യന്മാർ മഴയായതുകൊണ്ട് എല്ലാവരും വണ്ടിക്കകത്ത് അടയിരിക്കുകയാണ്, ഒരുത്തനെയും വെളിയിൽ കാണുന്നില്ല. നമ്മുടെ ചെറുക്കൻ ഫ്രണ്ടിൽ തന്നെ അങ്ങ് നിർത്തിയിട്ട്, അതാകുമ്പോൾ പാസ് മേടിച്ചിട്ട് ആദ്യം പോകല്ലോ. പാസ് മേടിക്കുന്ന അവിടാണ്, ഓണ്ടാ കാണുന്നത്. ആ ചേട്ടൻ വരെ നടന്നു വരുന്നുണ്ടോ, അവിടാണ് പാസ് മേടിക്കുന്നത്. അവരൊക്കെ പാസ് മേടിച്ചിട്ടൊക്കെ വരുവാണ്. നമുക്കിപ്പോഴേ ഇല്ല, ഓർഡറായില്ല. ഇല്ല ക്യാപിറ്റൽ, അതും ക്യാപിറ്റലിൻ്റെ വേറൊരു അവതാർ. മെയിൻ ഗേറ്റാണ്. മെയിൻ ഗേറ്റ് എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് വണ്ടികൾ വരുന്ന ഗേറ്റ്. ഇതുവഴി ഇങ്ങനെ വെളിയിൽ ഇറങ്ങിയിട്ട് റൈറ്റ് സൈഡ് പോയി അതുവഴി പോയി അങ്ങ് ഒരു ഗേറ്റുണ്ട്. അവിടാണ് നമ്മൾ കാലിക്ക് പോയി വേ ബ്രിഡ്ജ് നോക്കി ഇതിനകത്ത് എൻ്റർ ആവുന്നത്, ലോഡ് എടുക്കാൻ വേണ്ടി കയറുന്നത്. ഇത് മൊത്തം തമിഴ് വണ്ടികളാണ്, തമിഴ് എണ്ണന്മാരുടെ വണ്ടിയാണ്. അത് ഫാത്തിമ ലോജിസ്റ്റിക്സിൻ്റെ വണ്ടിയാണ്. വണ്ടി ഹെവി വണ്ടിയാണ്, 12 വീലാണ്, കപ്പൽ പോലാണ് വണ്ടി ഇരിക്കുന്നത്. ഇവിടെ ഒരു ഹെവി കപ്പലുണ്ട്, അത് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇതാണ് ഹെവി കപ്പൽ, സാബിത്തിൻ്റെ വണ്ടിയാണ്, പൊളി സാധനമാണ്. വേല ഒക്കെ പൊളിയാണ്, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. എൻ്റെ അടുത്ത് തന്നെ ക്യാപിറ്റലിൻ്റെ കാര്യം വരെ കൊണ്ടിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ ശങ്കറിൻ്റെ ഫ്രണ്ട് വശം. പൂവൊക്കെ വീണ് കിടക്കുന്നു. നല്ലൊരു ഹൈവേ ആണ്. നമ്മുടെ ശങ്കറിൻ്റെ പരസ്യമൊക്കെ അടിപൊളിയായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് സ്റ്റാഫ്സുകളൊക്കെ കയറി പോകുന്നത്. ഇവിടെയുള്ള സ്റ്റാഫുകളെല്ലാം കയറി പോകുന്ന മെയിൻ ഗേറ്റ്, ഒന്നാം ഗേറ്റ്. ഒന്നാം ഗേറ്റ് ഇതാണ്. ഇത് നമ്മുടെ റോഡ്. ഇതാണ് ഗൈസ് ഇവിടുത്തെ ഫുഡ്. നമ്മുടെ ഫുഡെന്ന് പറഞ്ഞാൽ ഇത് കുഷ്ക ബിരിയാണി. ഈ ബിരിയാണിയുടെ കൂടെ ഒരു മുട്ട ഉണ്ടെങ്കിൽ അത് മുട്ട ബിരിയാണി, അതേ ഒരു ലെഗ് പീസ്. ഇവിടെ ചിക്കൻ ബിരിയാണിയുടെ കൂടെ ലെഗ് പീസ് മാത്രമേ കൊടുക്കത്തുള്ളൂ, വേറെ ചെറിയ പീസൊന്നും കൊടുക്കത്തില്ല. എനിക്ക് ഈ മുട്ട ഇഷ്ടമല്ല, ലെഗ് പീസും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് വേവിച്ച ചിക്കനിൻ്റെ ലെഗ് പീസായിരിക്കും. അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു 65 65 റൈസ് മാത്രമാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ ഇതിനകത്തുനിന്ന് കുറേ തക്കാളി അത് ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എടുത്ത് എടുത്ത് മാറ്റിയതാണ്. അപ്പോൾ അതൊന്നും പിടിക്കത്തില്ല, തക്കാളിയൊന്നും സെറ്റാകുന്നില്ല. പിന്നെ സലാഡുണ്ട്, ഒരു കറിയുണ്ട്. എനിക്കത് ഇഷ്ടമല്ല, ഇതിൽ തന്നെ മസാലയൊക്കെ മിക്സാണ്. അതുകൊണ്ട് പിന്നെ സെപ്പറേറ്റ് ഒരു കറിയുടെ ആവശ്യമില്ല. എന്തിനാണെന്നോ അവന്മാർ കൊണ്ടുവച്ച്. ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ. പയ്യന്മാർ സ്കൂളിൽ നിന്ന് വന്നിട്ട് പൊറോട്ടയൊക്കെ അടിക്കുമോ? ഇത് ഭായിമാരിരുന്ന് കഴിക്കുമോ? കഴിച്ച് അവന് അനങ്ങാൻ വയ്യാതിരിക്കും. അകന്മാർ അടിച്ച് പൊറോട്ടയൊക്കെ അടിച്ച് ഇനി സ്കൂൾ കഴിഞ്ഞിട്ട് പോവുക. ഇവർക്ക് മഴയായതുകൊണ്ട് അവധിയാണ്. അപ്പോൾ സ്കൂളും കഴിഞ്ഞവരൊന്ന് കഴിച്ചിട്ട് പോകാനുള്ള പരിപാടി. അപ്പോൾ നമുക്കിത് കഴിക്കാം. സെറ്റ് സാധനം. ഇതിൻ്റെ സിംഗിള് ബുൾസയും കൂടെ പറഞ്ഞിട്ടുണ്ട്, അവിടെ വന്നു കഴിഞ്ഞാൽ ഓക്കെ ആവും. സൈ നമുക്കിനി ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് സംസാരിക്കാം. കഴിക്കുമ്പോൾ സംസാരിച്ചുകൂടാം. കിറക്കന്മാരുണ്ടോ കഴിച്ചുകൊണ്ട് സംസാരിച്ച് കളിച്ച് തിരിച്ച് രസമായിട്ടിരിക്കും. പൊറോട്ട അടിക്കുന്നുണ്ട്, ഭയങ്കര പൊറോട്ട അടിയാണ്. ഇതാണ് ഇവിടുത്തെ ഹോട്ടൽ. നൈസാണ്. ഇത് റൈസ് മാത്രമാണെങ്കിൽ 60 രൂപ, മുട്ട വെച്ചാൽ 70 രൂപ, ചിക്കൻ വെച്ചാൽ 90 രൂപ. ചിക്കൻ വെച്ചാൽ 90, മുട്ട വെച്ചാൽ 70, റൈസ് മാത്രമാണെങ്കിൽ 60. ചിക്കൻ 65, 60. ഹാഫ് ഓയിൽ 15. ഉഷാർ, അടിപൊളി, നൈസ് ഫുഡ്. ശങ്കറിലെ ആൾക്കാരാണ്. വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, സെറ്റ് സ്ഥലം. ഓക്കെ, കഴിച്ചിട്ട് പിന്നെ കാണാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത വൈബിലേക്ക് പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ പഴക്കട.
എല്ലാം തല്ലി പൊളിച്ചിട്ടേക്കുക. സംഭവം ഒന്നും അറിയത്തില്ല. മലക്കറിക്കടയൊക്കെ എന്ത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു, എന്താ ചെയ്യുക? ഇവിടത്തേക്ക് മൊബൈലുകളുടെ അവസ്ഥ ഇതാണ്. ഇതാണ് സ്കൂബി ഡൂബിയുടെ പട്ടി. സ്കൂബി ഡൂബിയുടെ അതിനകത്തെ പട്ടിയുടെ കാല് പോലെ ഇരിക്കുകയാണ്. കേട്ടോ പട്ടി. ഇതാണ് ഇവിടത്തേക്ക് കടകൾ. ഇവിടെ എങ്ങാണ്ട് ഒരു കരിമ്പ് ജ്യൂസ് കിട്ടുന്ന കടയുണ്ടായിരുന്നു. കരിമ്പ് ജ്യൂസ് മഴയത്ത് ഒരെണ്ണം കുടിച്ചാൽ കൊള്ളാമെന്നും പറഞ്ഞ് ഇങ്ങനെ പോവുക. പക്ഷെ കരിമ്പ് ജ്യൂസും കാണുന്നില്ല, കരിമ്പും കാണുന്നില്ല. കണ്ടോ ഇവിടത്തേക്ക് പശുവിൻ്റെ അവസ്ഥ കണ്ടോ, ഇങ്ങനെ പരാലഞ്ഞ് നടക്കുക, ഒരു പരിപാടിയില്ല. ഇതാണെന്ന് തോന്നുന്നു ഇവിടെ കണ്ടതിൽ വെച്ചിരിച്ച് വലിയ മലക്കറി കട. ഇതാണ് അവസ്ഥ. നോട്ട് ദ മാറ്റർ. സ്കൂബി ഡൂബിയുടെ പറ്റി കണ്ടോ, സ്കൂബി ഡൂബി ഡൂ പോവുകയാണ്. ഇതെന്ത് സംഭവം? എന്തോ പരസ്യമാണ്. നമ്മൾ കുറേ വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഏതോ സ്വർണ്ണക്കടയാണെന്ന് തോന്നുന്നു. മൊത്തം തമിഴ് എഴുതി ചെയ്യുന്നതുകൊണ്ടൊന്നും മനസ്സിലാകുന്നില്ല. ഇത്രയും വണ്ടിയോ? സ്വർണ്ണക്കടയ്ക്ക് ഹെവി പരസ്യമാണ് ഗൈസ്, ഹെവി പരസ്യം. സ്വർണ്ണക്കടയുടെ പരസ്യം എന്താ നേരെ കണ്ടില്ലെന്ന് പറയല്. സ്വർണ്ണക്കടയൊക്കെയാണ് പോകുന്നത്. സ്വർണ്ണക്കട ആൾക്കാരാണ്. അശോക് ലൈലൻഡിൻ്റെ വണ്ടിയാണ് ഫുള്ള്. സ്വർണ്ണാക്ക പോയി. നമ്മൾ ശങ്കറിലെ ഗേറ്റ് കാണിച്ചില്ലെന്ന് പറയല്. ഇതാണ് സെക്കൻഡ് ഗേറ്റ്. നേരത്തെ കണ്ടാണ് ഫസ്റ്റ് ഗേറ്റ്, ഇത് സെക്കൻഡ് ഗേറ്റ്. കേട്ടോ, സെയിൽസ് ഗേറ്റ് എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. സെയിൽസ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനും ഈ പറയുന്ന ചാക്ക് കെട്ടാനും കയറ് കെട്ടാനും ഒക്കെ ഉള്ള സ്ഥലമാണ്. വണ്ടിയെല്ലാം പാസ് മേടിച്ച് റോഡ് കയറ്റാൻ പോവുകയാണ്. ടാർപ്പിട്ടേനാണ് അകത്ത് പോയി. ഇനി ടാർപ്പെല്ലാം മടക്കി മേടി കയറ്റി വണ്ടി പിടിച്ചിട്ടാലേ ലോഡ് കയറും. ലോക്കൽ വണ്ടിയാണ്. സെല്ലൊക്കെ ഇറക്കിയിട്ട് അടുത്ത ലോഡ് നൈറ്റ് ഇവർക്ക് രാത്രിയിലേ ആകത്തുള്ളൂ. കൊച്ചു വണ്ടിക്കെല്ലാം രാത്രി 8 മണി 10 മണി തൊട്ടേ പാസ്സാകും. നമ്മുടെ വണ്ടിക്കെല്ലാം ഇപ്പം പാസ്സാകും. ഇത് നമ്മുടെ തിരുവാലണ്ണൻ്റെ വണ്ടിയാണ്. തിരുവാലണ്ണൻ ലീവാണ്. അപ്പോൾ പുതിയൊരു ഡ്രൈവർ അജിത്ത് എന്ന് പറഞ്ഞ, ആ ഡ്രൈവറിൻ്റെ പേര് അജിത്ത് എന്നാണ്. പുള്ളി കുളത്തൂപ്പുഴക്കാരനാണ്. പുള്ളിയാണ് ഇപ്പോൾ ആ വണ്ടി ഓടിക്കുന്നത്. അപ്പം പുള്ളിക്കും പാസ്സായി അകത്ത് പോവുക. അതുവഴി പോയി അങ്ങ് കറങ്ങിപ്പോയി അവിടെ ചെല്ലുമ്പോൾ അവിടെയാണ് തേർഡ് ഗേറ്റ്, മൂന്നാമത്തെ ഗേറ്റ്. അങ്ങനെ മൊത്തം ശങ്കറിൻ്റെ ഇവിടുത്തെ ഫാക്ടറിക്ക് 3 ഗേറ്റാണ്. ഈ ഗേറ്റ് രണ്ടാമത്തെ ഗേറ്റ്. ഇനി അവിടെ കാലിക്ക് വേബ്രിഡ്ജ് തൂക്കാൻ പോകുന്നൊരു ഗേറ്റുണ്ട്. അതുവഴി കയറി അങ്ങനെ കറങ്ങി ഈ കാണുന്ന മരത്തിൻ്റെയൊക്കെ അപ്പുറത്തൂടെ കറങ്ങി ഇവിടെ വരുമ്പോൾ പാക്കർ ഉണ്ട്. ഇവിടെ 1 2 3 4 പാക്കറാണുള്ളത്. അപ്പോൾ ഈ പാസ് കിട്ടുമ്പോൾ പാസിനകത്ത് കാണും നമുക്ക് ഏത് പാക്കറാണ്. അങ്ങനെ ആ പാക്കറിൽ പോയി ലോഡ് കയറ്റി ഇവിടെ വന്ന് ടാർപ്പയും കെട്ടി ബില്ലും മേടിച്ച് പോകാം. സാബിത്തിൻ്റെ ട്രെയിലറിന് ഇതുവരെ ലോഡായിട്ടില്ല, പാസ്സായി കാണത്തില്ല. അതകത്ത് പോകത്തെ. നമ്മളും വെയിറ്റിംഗ് ആണ്. നമുക്കും പാസ്സായിട്ടില്ല. നമുക്കും താമസം എടുക്കും ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം, വെയിറ്റ് അടിക്കാം. വൈകിട്ടത്തേക്ക് ആവുമായിരിക്കും. മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ എന്തായാലും നമുക്ക് പോയിട്ട് വരെ നോക്കാം. ലോഡാവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, താങ്ക് യു വെരി മച്ച്.